ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ മെയിനായിട്ട് കാണിക്കലുള്ളത്. ഇന്ന് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ലഞ്ചിൻ്റെ വിശേഷങ്ങൾ കാണിക്കാമെന്ന്. ഞാൻ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കൽ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ വൺ പോട്ട് മീൽ പോലത്തെ എന്തെങ്കിലും റൈസ് റെസിപ്പീസ് ട്രൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ഇപ്പോൾ ചപ്പാത്തിയും പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പുട്ടിന് ഓന് ഇഷ്ടമല്ല, അപ്പോൾ ഓനക്ക് ഗോതമ്പ് ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. കാരണം 2 പേർക്കായിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് അങ്ങനെ കാക്കാൻ നിൽക്കുമ്പോൾ ടൈം അത്രയും പോവുകയും ചെയ്യും. എന്നിട്ട് ഫുഡ് അങ്ങനെ ബാക്കിയാവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് നല്ലോണം വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് അനീസ്ക രാത്രി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അനീസ്ക ചിലപ്പം കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കഴിച്ചിട്ടാവും വരിക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ കൂടെ ആ ഫുഡ് യൂസ് ചെയ്യുന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇൻഷാ അള്ളാ ഒരു വീക്കിലേക്കുള്ള മീൽ പ്ലാനിങ് ഒക്കെ സെറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ചെമ്മീനുണ്ട്. ഇത് ഇന്നലെ താത്ത വന്നപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചെന്നതാണ് കേട്ടോ. പിന്നെ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ദാൽ ഫ്രൈ പോലെ അങ്ങനെ ഉണ്ടാക്കുക. പയറും ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുക്കാം. നമുക്ക് ഈ വൈകുന്നേരം രാത്രിയൊക്കെ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇതേപോലെ കട്ടിങ്ങും ചോപ്പിങ്ങും ഒക്കെ ആ സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് കുറച്ചും കൂടെ ഈസി ആവണ പോലെ എനിക്ക് തോന്നിയാണ് കേട്ടോ. സ്പെഷ്യലി ഈ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാൽ തന്നെ അതിനുള്ള മൂഡ് അങ്ങനെ പോവും. എൻ്റെ 2 മാർക്കും ഈ ഉള്ളിയൊക്കെ അപ്പം തന്നെ തൊലിച്ച് അങ്ങനെ ഉണ്ടാക്കണതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളി തൊലിച്ചതില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാനുള്ള മൂഡും ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ കുറേ ഉള്ളി എടുത്തിട്ട് TV കാണാനിരിക്കും. എന്നിട്ട് അതങ്ങനെ കണ്ടിട്ട് ഉള്ളി തൊലിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബോറടിക്കുകയില്ല, ഇത് കഷ്ടപ്പാടാണ് തോന്നുമില്ല, എന്നാൽ പണി കഴിയുകയും ചെയ്യും. ഇങ്ങനെ ചില്ലറ മീൽ പ്രെപ്സ് മാത്രമേ ഞാനിപ്പോൾ ചെയ്യണുള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അള്ളാ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുള്ള വീഡിയോസൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ അരിയും ഉഴുന്നും കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. നാളെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാനാണ്. പിന്നെ ഈ മീൽ പ്രെപ്പിംഗ് എന്നൊക്കെ പറയുമ്പോഴേ ചിലരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്നും ഈ പഴയ ഫുഡ് കഴിക്കുക, ഒരു ദിവസം ഫുൾ ബൾക്കായിട്ട് കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുള്ള് ആ പഴയ ഫുഡ് കഴിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ട് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഡേ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നോ അതൊക്കെ നമുക്ക് മീൽ പ്രെപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ. ഈ ദോശൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെക്കുക, ചിക്കനും ഫിഷും ഒക്കെ കായം തേച്ച് വെക്കുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡാ. നമ്മളമ്മാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരതിനെങ്ങനെ മീൽ പ്രെപ്പ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫാൻസി പേരൊന്നും കൊടുത്തിട്ട് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ വീടായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കണം രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ചിന് എന്തുണ്ടാക്കണം എന്നുള്ളത് ആലോചിക്കണം. പിന്നെ രാത്രിക്ക് എന്താണെന്നുള്ളത് ആലോചിക്കണം. ഇത് നിൽക്കണില്ല, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിത് മെയിനായിട്ട് റിയലൈസ് ചെയ്യുന്നത് കേട്ടോ, ഈ മീൽ പ്രെപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഞാൻ ചെറിയ രീതിക്കൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിൽ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിന് കേട്ടോ. പിന്നെ ഇതുമ്മേൽ ഇരിക്കാൻ എനിക്ക് ഒരു കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല. ഇൻഷാ അള്ളാ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ എൻ്റെ പണീൻ്റെ ഇടയിലായിട്ട് നോയിനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓനക്കിന്ന് ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്, നമ്മുടെ ടീം ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സാണ് ഇവൻ അറ്റൻഡ് ചെയ്യണത്. അപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇവർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ നോയിനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ 1-on-1 സെഷനുമാണ്. കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ അത്. ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ ഇവൻ അറ്റൻഡ് ചെയ്യണത്. 2.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ദിവസം ചൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടൈമും സെലക്ട് ചെയ്യാം. പിന്നെ വർക്ക്ഷീറ്റ്സും പാരൻറ് സപ്പോർട്ടിംഗ് സെഷൻസും ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബാക്കിയുള്ള സ്കിൽസ് ആയിട്ടുള്ള ഈ റീഡിങ് റൈറ്റിംഗ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ക്ലാസ്സസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ മാം വന്ന് ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. Mashallah, very sweet. Good morning from Noor. Okay, Noor. So today we will revise the letters that we studied yesterday. നമ്മൾ ഇന്നലെ പഠിച്ച letters ഇന്ന് revise ചെയ്യാം. Noor. B. Oh, Mashallah. Please clap for Noor. Noor, you can clap. Okay, next Noor. I will write another capital letter on the board. You have to tell me which is this letter. F. Oh, Mish, Mashallah, cute boy. Yeah, good.
good. Clap for കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ആ ഒരു രീതിക്കുള്ള ക്ലാസ്സാണ് കേട്ടോ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ അവരിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ കുട്ടിക്കത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഇഷ്ടമാണ് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നോയിന് ശരിക്കും ഈ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്തണ്ട മാം ഇനിയും നിൽക്കണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടും. പിന്നെ ഈ ലിറ്റിൽ ജീനി കോഴ്സ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കളിയും പഠിത്തവും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഇപ്പം ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 40% വരെ ഓഫർ കിട്ടും. പിന്നെ ടീം ഇൻ്റർവെല്ലിൽ തന്നെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സും അതേപോലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബേസിക്സിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഫൗണ്ടേഷൻ കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെക്കേഷൻ സമയത്തെ നോയിൻ്റെ ഈ ഒരു ഏജുള്ള മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ കളിക്കാൻ കുട്ടികളില്ലെങ്കിൽ ഒരധികം ഈ ഒരു ഫോണുമ്മ തന്നെ ആയിരിക്കുക. അപ്പോൾ ആ ഫോൺ കൊടുക്കുന്ന സമയം നമുക്ക് ഇതേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ആ ഒരു സ്ക്രീൻ അവർക്ക് കിട്ടി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വരികയും ചെയ്യും. നോയിനൊരു 11 മണി ടൈമിലാണ് കേട്ടോ ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. ഓനൊന്ന് മൂടൊക്കെ റെഡിയായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അതാ ഞാനിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് അനീസ്ക വരുമ്പോൾ കുറച്ച് പച്ചമല്ലി കൊണ്ടുവന്നതേനു. ഞാൻ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് എടുത്ത് വെക്കുന്നുണ്ട്. ചെമ്മി ഇവൻ്റെ ക്ലാസ്സിൻ്റെ മുന്നേ കായം തേക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് തണുപ്പ് വിട്ടിട്ടില്ലേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറിയപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആ ഫ്രിഡ്ജിൽ നിന്ന് കുറേ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അത് പയർ കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കും. പക്ഷേ അതൊക്കെ അങ്ങനെ ബാക്കിയായി പോകും കേട്ടോ. അങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കിയത് ബാക്കിയായിരുന്നു. പിന്നെ പാലുണ്ട് കുറേ വന്നിട്ടുള്ളത്. പിന്നെ ഈച്ചയ്ക്ക് എന്തെങ്കിലും പരിഹാരമായോ എന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ. ഈ സ്റ്റിക്കി പേപ്പർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതേനു കേട്ടോ. ഇത് നല്ല എഫക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു 70 രൂപ എന്തോ ആണ് വരുന്നത് എന്ന്. 10 പേപ്പർ എന്തോ കിട്ടുന്നുണ്ട്. അപ്പം എന്താ പറയുക പൈസയില്ല, എന്നാൽ നല്ലോണം ഈച്ചൻ അതിൽ പെടുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെ തൊട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഇത്. ഇന്നലത്തെ ഇതൊക്കെ നിങ്ങൾ കാണണേനു. ഞാൻ ലിവിങ് റൂമിലും ഹാളിലും പിന്നെ കിച്ചണിലും ഇതേപോലെ 3 പേപ്പർ ഇങ്ങനെ തുറന്ന് വെച്ച് എന്നിട്ട് അതിൽ ഇതിനേക്കാളും അധികം ഉണ്ടേനു ലിവിങ് റൂമിൽ നിന്നും ഹാളിൽ നിന്നൊക്കെ. അത്രയും ഈച്ച ഉണ്ട് ഇവിടെ. ആദ്യമൊന്നും ആർക്കും വിശ്വാസമായില്ലേനു. പിന്നെ ഇവിടെ വരുന്നവരെന്നെ പറയും എന്തോ ഒരു ഈച്ച ശല്യമാണെന്ന്. ഇത് വെച്ചുകൊണ്ട് നല്ല കാര്യമുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പൂൺസൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഇങ്ങനെ പൊടികളിലൊക്കെ ഇടാൻ നല്ലതാണ്. ചെറുതാണ്, അതുകൊണ്ട് തന്നെ മുളക് പൊടിയിൽ അത് ശരിയാവില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ മുളക് പൊടി വാരി ഇടണത് എന്ന്. ശരിക്കും ഇത് കുഞ്ഞു സ്പൂണാണ്, അതുകൊണ്ട് അധികം കിട്ടണില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സ്പൂണ് നല്ലതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഇട്ട് വെക്കാൻ നല്ലതാണ്. അധികം പൈസയില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ ചെമ്മീൻ കായം തേക്കുമ്പോൾ എൻ്റെ അമ്മ തക്കാളി ഇടും കേട്ടോ. അപ്പോൾ ഒരു പുളിയും കിട്ടും, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനും അതേപോലെ തക്കാളി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഇത്ര മാത്രമേ ചേർക്കലുള്ളൂ. ഇഞ്ചി ഞാൻ ഈ ചെമ്മീനിലേക്ക് ഇടലില്ല. എനിക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റ് മീനുകളിൽ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെമ്മീനിൽ അങ്ങനെ ഇടലില്ല. വലിയ ഫിഷൊക്കെ പൊരിക്കുമ്പോൾ ഇഞ്ചി ഇടുന്നല്ലാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിൽ ഇപ്പോൾ മത്തി, അയില അങ്ങനത്തേലൊന്നും നമ്മൾ ഇഞ്ചി ഇടൂല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. നമുക്കിവിടെ അങ്ങനെയാണ് ഇഷ്ടമുള്ളത്. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഡിഷ് വാഷറിനുള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിക്കത്താണ് കേട്ടോ. അത് ഇന്ന് രാവിലെയാണ് ഞാൻ ഓണാക്കാൻ പോണത്. രാത്രി 10 മണി വരെ എന്താ പറയുക ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യരുത് എന്നാണല്ലോ. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 10 മണിക്ക് ശേഷം എന്താ പറയുക പിന്നെ എല്ലാവരും AC ഇടുന്ന ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് പിന്നെ വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ ഓണാക്കിയത്. പിന്നെ നോയിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പം ഓനിതൊക്കെയാണ് ഇനി വല്യപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ കസിൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ ഓളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ 2 ദിവസത്തെ പാലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ പാൽപ്പാട എടുത്ത് വെച്ചിട്ട് ബട്ടർ ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ്. ഈ ഒരു കുപ്പി തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു തിക്കായിട്ടുള്ള ക്രീമും പിന്നെ പാലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് മാഷാല്ലാ നല്ല അടിപൊളി പാലാണ് കിട്ടുക. നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ അത് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തിളപ്പിച്ചാൽ നമുക്ക് പാൽപ്പാട കിട്ടും. പിന്നെ ഞാൻ കുറച്ചും കൂടെ കട്ടിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ തിക്കായിട്ടുള്ളത് ഒരു പാത്രത്തിലും പിന്നെ ലൂസായിട്ടുള്ളത് വേറൊരു പാത്രത്തിലേക്കും മാറ്റാണ് കേട്ടോ. ഇപ്പോൾ കളർ കണ്ടില്ലേ, ഒന്നിനൊരു ഒരു ലൈറ്റ് ഷെയ്ഡാണ്, മറ്റത് നല്ല ഒരു എന്താ പറയുക നല്ല തൂവെള്ളമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി എല്ലാ കുപ്പിയിലുള്ളതും ഇങ്ങനെ ആക്കുകയാണ്. ഒരു 5 കുപ്പിൻ്റെ അടുത്ത് ഉണ്ടേനു വന്ന് പാല് കിട്ടിയത്.
അപ്പോൾ ഞാനിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റവിൻ്റെ പ്രശ്നം കണ്ടില്ലേ, ഇത് നിൽക്കില്ല, ഈ സാധനം നിൽക്കില്ല, ഇതുമ്മേൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേ നിൽക്കും. ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തേക്കണേ, പക്ഷേ ഇതുവരെ ആരും എത്തിയിട്ടില്ല കേട്ടോ. കുറേ പേര് ഈ ഫേബറിൻ്റെ ഇഷ്യൂ പറഞ്ഞ് എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് വന്ന് കമൻസിലൊക്കെ ഞാൻ കണ്ട് എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടെന്ന്. ഞാനിത് നല്ലൊരു ബ്രാൻഡല്ലേ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. നമ്മളിങ്ങനെ സ്റ്റവ് എന്നൊക്കെ കേൾക്കുമ്പം ആദ്യം ഫേബർ എന്നുള്ള ആ ഒരു പേരാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതേനു. പക്ഷേ ഭയങ്കര പ്രശ്നമായി. പിന്നെ കുറേ പേര് പറഞ്ഞു എന്താ പറയുക, അടിയിൽ ഈ എയർ പോകാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്ന്. പക്ഷേ അതിന് കണക്കാക്കി ആ എയർ പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ടാൻഡം ബോക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തെ ബോക്സ് മാത്രമല്ല, ഈ നോബ് വരെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട് സ്റ്റൗവിന്, ഒരു 30K അടുത്ത് നമുക്ക് റേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ കംപ്ലയിൻ്റ് ഏതായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ പാല് ഒരെണ്ണം തളിച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ളത്, അപ്പോൾ ഞാനത് മാറ്റി വെക്കുകയാണ്. ഇത് ഈ സിലിക്കണിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതും നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളും സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ പിടിക്കാൻ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്, വീട്ടിൽ നമ്മുടെ ഈ സാധാരണ കുക്കിങ്ങിനൊക്കെ ഞാൻ കാസ്റ്റ് അയൺ പാത്രങ്ങളാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലതും അതല്ലേ. നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യും വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്, നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുക കുറച്ചൊരു എസ്തെറ്റിക് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഡെയിലി കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ കാസ്റ്റ് അയണൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എന്താണെന്നുള്ളത് അറിയില്ല. കാസ്റ്റ് അയൺ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ട്. കഴുകി കഴിഞ്ഞ് തുടച്ച് പിന്നെ എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ ഇടണം. അപ്പോൾ അത് എത്രത്തോളം പോകുമെന്നുള്ളതൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല. ചിലപ്പോൾ ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ചാണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇറക്കാൻ മതിയാവും. എന്നാലും മാക്സിമം കഴിയണത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാനുള്ളത്. പിന്നെ ഇതാ പുതിനയും മല്ലിച്ചപ്പും കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ ഇത് ഞാനെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഒരു മാസത്തോളം ഒക്കെ നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കുറേ ട്രിക്സ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ചെയ്യണ ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഈ പയറൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് പോയതേനു. ഇതിലും ഞാൻ വെളുത്തുള്ളി കുത്തിയിട്ടാണ്. പിന്നെ അത് മാറ്റിയിട്ട് ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുക്കാനും പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റിയാൽ ഗ്യാസിനും നല്ലതാണ്, നമുക്ക് ടൈമും ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചെമ്മീൻ ഇതിൽക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡിഷ് വാഷറിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് എടുത്ത് മാറ്റാൻ കുറച്ചധികം സമയം എടുക്കും. ചിലപ്പോൾ ഇനി നാളെയൊക്കെ ആവും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം ഇങ്ങനെ കാണൂലല്ലോ പുറത്തേക്ക്, അപ്പോൾ അതിൽ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഇപ്പോൾ കുക്കർ ആവശ്യമുള്ളതുകൊണ്ട് മാത്രം അത് എടുക്കാൻ വന്നതാണ്. അതിൻ്റെ മേലെ ആ ഒലിച്ചിട്ടുള്ള മഞ്ഞളിൻ്റെ ഒരു കറ ഉണ്ടേനു, അത് പോയിട്ടില്ല കേട്ടോ. കമഴ്ത്തി വെക്കണേനി, അതുകൊണ്ട് അത് പോയിട്ടില്ല. ബാക്കിയെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഡിഷ് വാഷർ ഇതുവരെ എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ ഫ്രിഡ്ജ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ Q&A ഞാൻ അടുത്തതോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടോ. ഒന്നിരുന്ന് കുറച്ച് പ്ലാൻ ചെയ്ത് സംസാരിക്കാനുള്ളതല്ലേ. നിങ്ങളെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇനി പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇത്ര ഐറ്റംസാണ് ഇടണത്. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ദാൽ ഫ്രൈ ഉണ്ടല്ലോ, അതേപോലെ ഞാനിത് ചപ്പാത്തിക്കും കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടും കൂടെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ ചെമ്മീനിന്ന് നല്ല വെള്ളം വന്നിക്കുന്നത്, അപ്പോൾ അത് ഞാൻ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളതും പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാണ്. ഈ ഒരു പാത്രം നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല, ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കഴുകിയിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വെള്ളം ഫുള്ള് പുറത്തേക്ക് വരികയും ചെയ്യും. ഇല നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ലീഫി ഐറ്റംസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. അതിൽ ആ വെള്ളം നിൽക്കുമ്പോഴാണ് ഇത് കേട് വരിക. അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ടിഷ്യൂവിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ആ പാത്രം ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് വേറെ എന്തും കഴുകിയെടുക്കാൻ ബെസ്റ്റാണ്. പിന്നെ അത് ആ ചെമ്മീനൊന്ന് ഡ്രൈ ആയി കിട്ടിയപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ. ഇനി നേരത്തെ പുതിന ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ മല്ലിയിലയും ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പിന്നെ ഈ പുതിനൻ്റെ തണ്ട് കണ്ടപ്പോഴേ അതിങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് നോക്കിയാൽ എനിക്കിങ്ങനെ തോന്നിയിട്ടോ. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ അത് വേസ്റ്റിലേക്ക് ഇട്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണ്ടേ, ആർക്കെങ്കിലുമൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ. പിന്നെ അനീസ്ക കിച്ചണിലേക്ക് വന്നതിന് അപ്പോൾ കൈ തട്ടിയിട്ട് എൻ്റെ മുളക് പൊടിൻ്റെ കുപ്പി താഴെ വീണിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ആ ഒരു ലിഡ് പൊട്ടിപ്പോയിട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ട് ഷേപ്പുള്ള ലിഡിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ
വാങ്ങിച്ച കണ്ടെയ്നേഴ്സിനോ അതൊക്കെ. അപ്പോൾ ഒരെണ്ണം പൊട്ടി പോയിക്കുന്ന്. ഭാഗ്യത്തിന് ആ ലിഡിന് മാത്രമേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. ഈ ബോട്ടിൽ അതേപോലെ തന്നെ കിട്ടീന്. അപ്പോൾ ഇനി ഇതിൻ്റെ വലിയൊരു കുപ്പിയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിഡ് ഇതിന് പാകാവോ എന്നുള്ളത് നോക്കണം. എനിക്കിങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് അത് ഇപ്പോൾ ആർക്കായാലും അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു എടങ്ങേറാണല്ലോ. അതാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതേന്. കുറേ പേര് എൻ്റെ അടുത്ത് അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. പക്ഷേ എത്ര നേരമായിട്ടും നോഹ അവിടുന്ന് വന്നിട്ടില്ലേനി. പിന്നെ ഞാൻ ഓനെ കൂട്ടാൻ വേണ്ടി പോയി. പക്ഷെ അപ്പോഴും ഓൻ വരുന്നില്ല. അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയപ്പോൾ മൂത്തമ്മ എനിക്ക് കുറച്ച് പൂളിയും ചിക്കൻ കറിയും തന്നിട്ടുണ്ടേനി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.